This class we will discuss about active and passive components. Before moving to the detailed description of active and passive components, let's familiarize some of the electronic components that can be used in electronic circuitry. So these are the major components that we can use for any electronic circuitry. So I will explain some of the components here. So these are capacitors. So this one is a capacitor, and these are mica capacitors. So these two are mica capacitors, and these are resistors. This one is resistor, and this one also a resistor. This black one is also a resistor. This is known as wire wound resistor. Okay, and these are ICs. This IC can be used for many applications. I mean different applications. So these are diodes. So these glassy type diodes are germanium diodes, and here silicon diode is also shown here. So these are LEDs. This blue, this red one, and white, and these white all are LEDs, and these are called transistors. These three are different types of transistors, and these four are voltage. This can be used as voltage controlled regulators. Okay. So I just wanted to give an overall idea about electronic components. You may get a more clear idea in your workshop classes. Okay. So ഇനി ഇതിൽ നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇതിൽ ആക്റ്റീവ് ആൻഡ് പാസീവ് കമ്പോണൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഈ കമ്പോണൻസ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് പി ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കൊണ്ടുള്ള എല്ലാ ഡിവൈസസും എല്ലാ കമ്പോണൻസും വി ക്യാൻ കൺസിഡർ ആസ് ആക്റ്റീവ് ഡിവൈസസ്. സോ ഇറ്റ്സ് വെരി ഈസി. ഏതൊക്കെയായിരിക്കും ആക്റ്റീവ് ഡിവൈസസ് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നിങ്ങൾക്കറിയാം ഡയോഡ് ഈസ് മെയ്ഡ് ഫ്രം പി ടൈപ്പ് ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ. ട്രാൻസിസ്റ്റർ ഈസ് ഫ്രം പി ആൻഡ് എൻ ടൈപ്പ് മെറ്റീരിയൽ. സോ ആൻഡ് LED എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡയോഡ്. അപ്പോൾ ഇതുപോലെ സെമി കണ്ടക്ടർ മെറ്റീരിയൽസ് കൊണ്ട് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നതെല്ലാം ആക്റ്റീവ് ഡിവൈസസിൽ വരും. അതുപോലെ തന്നെ മെറ്റൽ ആൻഡ് ഇൻസുലേറ്റർ കൊണ്ട് കോമ്പോസിറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം പാസീവ് ഡിവൈസസിലാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് വാട്ട് ഈസ് ആക്റ്റീവ് ആൻഡ് പാസീവ് ഡിവൈസസ്. അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന്. ഇനി നമുക്ക് നോക്കുന്നത് active components in the description. So this is the description regarding this active components. Active components can inject power. So it's very important. It can inject power into a circuit and are capable of electrically controlling and amplifying the flow of electric current. So these are also very important. This can controlling and amplifying the flow of current, flow of electrical current. So active components will actively participate in a circuitry. അപ്പം അതിൻ്റെ പേര് പോലെ തന്നെ അത് വളരെ ആക്റ്റീവായിട്ട് ഒരു സർക്യൂട്ടിൻ്റെ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് കമ്പോണൻ്റ് ആയിരിക്കും. അപ്പോൾ ആ കമ്പോണൻ്റ് ആയിരിക്കും ഇപ്പോൾ നമ്മൾ കൂടുതലും പഠിക്കാൻ പോകുന്നത് ആംപ്ലിഫയറും റെസിസ്റ്ററും ആംപ്ലിഫിക്കേഷനും ഓസിലേഷൻസ് ഒക്കെ ആയിരിക്കും. ഇതിൻ്റെ എല്ലാം ഒരു മേജർ എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു ഇപ്പോൾ റെക്ടിഫിക്കേഷൻ ആണെങ്കിൽ ഡയോഡാണ് അതിൻ്റെ മേജർ എലമെൻറ്റ്, ആംപ്ലിഫിക്കേഷൻ ആണെങ്കിൽ ട്രാൻസിസ്റ്റർ ആണ് അതിൻ്റെ മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സോ ദി മേജർ കമ്പോണൻ്റ് എല്ലാം ആക്റ്റീവ് കമ്പോണൻറ്റിലായിരിക്കും വരുന്നത്. They can inject power to the circuit. That is very important. That can inject power to the circuit, that can control the electric flow, and it can amplify. You may add the point like oscillation. അപ്പോൾ ഓസിലേഷനും ആംപ്ലിഫിക്കേഷൻ എല്ലാം പോസിബിൾ ആണ് ഡ്യൂ ടു ദിസ് ആക്റ്റീവ് കമ്പോണൻറ്റ്. സോ എക്സാമിന് എഴുതേണ്ട ഒരു വലിയ പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ആക്റ്റീവ് കമ്പോണൻസ് ക്യാൻ ഇൻജെക്ട് പവർ ഇൻ ടു എ സർക്യൂട്ട് ആൻഡ് ആർ കേപ്പബിൾ ഓഫ് ഇലക്ട്രിക്കലി കൺട്രോളിംഗ് ആൻഡ് ആംപ്ലിഫൈങ് ദി ഫ്ലോ ഓഫ് ഇലക്ട്രിക്കൽ കറണ്ട്. ഇനി ഇവിടെ കാണിച്ചിരിക്കുന്നത് സം ഓഫ് ദി എക്സാമ്പിൾസ്. ട്രാൻസിസ്റ്റർ, ഐ ഓൾറെഡി മെൻഷൻ elements which are from PN junction. P-type and N-type materials can be classified under active components. So transistor, we all know that it consists of P-type and N-type material. സോ ഇത് ട്രാൻസിസ്റ്റർ, നമ്മളിത് ഈ വ്യൂസ് എല്ലാം നമ്മൾ ലാബിൽ കാണുന്നത് ഫിസിക്കലി ഉള്ള അപ്പിയറൻസ് ആണ് ഇവിടെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. നമ്മൾ നോട്ട്ബുക്കിൽ വരയ്ക്കുമ്പോൾ ഇതുപോലെ വേണം വരയ്ക്കാനായിട്ട്.
ഇതുപോലാണ് നമ്മളൊരു ട്രാൻസിസ്റ്ററിനെ കാണിക്കാനായിട്ട്. പിന്നെ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് ഒബ്വിയസ്ലി ഇറ്റ് കംസ് അണ്ടർ ആക്റ്റീവ് components. Then diode. Again, diode is from p-type and n-type material. So this is the physical appearance. And ഇതുപോലാണ് എക്സാമിന് വരയ്ക്കാനായിട്ട്, ഐ മീൻ നിങ്ങൾ ടെക്സ്റ്റിൽ നോട്ട്ബുക്കിൽ ഇത് വരയ്ക്കേണ്ടത് ഇതേപോലെ ആയിരിക്കണം. ഇതിൻ്റെ സിംബോളിക്കലി നമുക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഓപ്പറേഷണൽ ആംപ്ലിഫയർ. Then LED. LED is a special type of diode, light emitting diode. So ലൈറ്റിനെ കാണിക്കാനായിട്ടാണ് ഇവിടെ രണ്ട് റേസ് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. ലൈറ്റ് പുറത്തേക്ക് കാണിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ആരോ, ഇതുപോലെ ഒരു ആരോ കാണിച്ചിരിക്കുന്നത്. Then 7 segment display. Then photodiode. Photodiode is also type of a diode. അപ്പോൾ അതിൽ ലൈറ്റ് നമ്മൾ കൊടുക്കുമ്പോഴാണ് അവിടെ ഇലക്ട്രിക് കറന്റ് ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്. സോ ആരോ ഇങ്ങോട്ടേക്കാണ് കൊടുക്കുന്നത്. ബിക്കോസ് ലൈറ്റ് ഇൻപുട്ട് ആയിട്ടാണ് ഈ ഡയോഡിൽ കൊടുക്കുന്നത്. ബാറ്ററി ഈസ് ഓൾസോ ആൻ ആക്റ്റീവ് കമ്പോണന്റ്. These are some of the common, I mean most commonly used elements comes under active components. Okay. Then the next one is passive components. Passive components, as its name indicates, passively included in a circuitry. അതിൽ പക്ഷെ വലിയ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ the circuit can unlike active components, passive components can either consume or store energy. ഓക്കെ. ഇതിന് ഈ പാസീവ് കമ്പോണൻസ് ആക്റ്റീവ് കമ്പോണൻറ്റിനെ അസിസ്റ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആംപ്ലിഫയറിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആംപ്ലിഫയറിൻ്റെ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ട്രാൻസിസ്റ്ററാണ്. ഈ ട്രാൻസിസ്റ്ററിൽ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തേക്കാം, റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്തേക്കാം. അപ്പോൾ ഈ റെസിസ്റ്ററാണ് ഇതിൻ്റെ ഗെയിൻ ആംപ്ലിഫൈ ചെയ്യാനും ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് റെസിസ്റ്ററാണ്. കപ്പാസിറ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു AC സിഗ്നലാണ് ഇൻപുട്ടിൽ കൊടുക്കുന്നതെങ്കിൽ അതിനകത്ത് ഏത് ഒരു പ്യുവർ AC സിഗ്നൽ ആണെങ്കിലും അതിനകത്തൊരു DCയുടെ കമ്പോണൻ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെ ഫിൽട്ടർ ചെയ്ത് കളയുക. ഫിൽട്ടർ ചെയ്യാന്ന് വെച്ചാൽ DC എലമെന്റിനെ മാറ്റാനായിട്ട് വി ക്യാൻ യൂസ് കപ്പാസിറ്റർ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇതിൽ ശരിക്കും പറഞ്ഞാൽ പാസീവ് കമ്പോണൻസ് ഓൾസോ ഒരു ഇൻറ്റഗ്രൽ പാർട്ട് തന്നെയാണ്. ബട്ട് ആക്റ്റീവ് കമ്പോണൻറ്റിൻ്റെ അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. ആക്റ്റീവ് കമ്പോണൻറ്റിൻ്റെ വർക്കിനെ ഐ മീൻ അസിസ്റ്റ് ചെയ്യലാണ് പാസീവ് കമ്പോണൻസ് ചെയ്യുന്നത്. So passive components examples ഇവിടെ തന്നിട്ടുണ്ട്. റെസിസ്റ്റർ, LDR, തെർമിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. റെസിസ്റ്റർ ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ്. നമ്മളെ ലാബിൽ ഇതുപോലെയാണ് കാണുന്നത്. സിംബോളിക്കലി വി ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. സോ ദിസ് ഇസ് ദ സിംബൽ ഓഫ് റെസിസ്റ്റർ. ദെൻ ദിസ് ഇസ് LDRൻ്റെ സിംബലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ തെർമിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. യു നോ അബൌട്ട് ദിസ് കപ്പാസിറ്റർ. കപ്പാസിറ്റർ എന്ന് പറയുന്നത് ചാർജ് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കപ്പാസിറ്റർ can flow. Capacitor allow the passage of AC signal and it can block the passage of DC signal. So this can used as a filter. അതുപോലെ തന്നെ ഇൻഡക്ടർ ഈസ് ദെയർ. ഇൻഡക്ടറിന്റെ കോയിൽ, ഐ മീൻ ഇത് ഇൻഡക്ടർ എന്ന് പറയുന്നത് സിംപ്ലി മെറ്റാലിക് കോയിലാണ്. അത് ഇങ്ങനെയാണ് നമുക്ക് ലാബിൽ കാണാൻ പറ്റുന്നത്. ഡ്രോ ചെയ്യേണ്ടത് ഇതുപോലെയാണ്. ദെൻ സ്വിച്ച് ഈസ് ഹിയർ, വേരിയബിൾ റെസിസ്റ്റർ, ട്രാൻസ്ഫോമർ. ഇതെല്ലാം പാസീവ് കമ്പോണൻസിനാണ് വരുന്നത്. സോ പാസീവ് കമ്പോണൻസ് അപ്പോൾ അത് ഓർത്തിരിക്കുക. അൺലൈക്ക് ആക്റ്റീവ് കമ്പോണൻസ്, പാസീവ് കമ്പോണൻസ് either കൺസ്യൂം ഓർ സ്റ്റോർ എനർജി. ഒന്നുകിൽ അത് കൺസ്യൂം ചെയ്യും അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യും. ശരിക്കും ഒരു റെസിസ്റ്ററൊക്കെ നമ്മൾ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോൾ ശരിക്കും അവിടെ ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. ഇത് പറയുന്നത് ശരിക്കും അതിൻ്റെ ഒരു എനർജിയിൽ ഒരു കുറവുണ്ടാകും റെസിസ്റ്റർ നമ്മളവിടെ ഒരു സർക്യൂട്ടറിയിൽ ആഡ് ചെയ്യുമ്പോൾ. പിന്നെ റെസിസ്റ്റർ ഞാൻ പറഞ്ഞു ഇത് അസിസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ വലിയൊരു സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ വി ക്യാൻ കൺട്രോൾ ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ട് എത്ര ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഒരു വലിയൊരു സർക്യൂട്ട് നമ്മൾ നോക്കുമ്പോൾ ഈച്ച് ആൻഡ് എവറി പോയിന്റിൽ വോൾട്ടേജ് എത്ര പെർട്ടിക്കുലർ ആയിട്ട് വേണോ എന്ന് ഡിസൈഡ് ചെയ്യാൻ റെസിസ്റ്റർ യൂസ് ചെയ്ത് പറ്റും. അതുപോലെ തന്നെ കപ്പാസിറ്റർ ഇപ്പോൾ AC സിഗ്നൽ ആണോ DC സിഗ്നൽ ആണോ അതിനെ ബ്ലോക്ക് ചെയ്യാനും പാസ് ചെയ്യാനും കപ്പാസിറ്റർ യൂസ് ചെയ്ത് പറ്റും. ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് അറിയാം. ഇറ്റ് ക്യാൻ എന്താ പറയുക, ഐ മീൻ ട്രാൻസ്ഫോമറിൽ അത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആൻഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. അതിൻ്റെ വർക്കിംഗ് ഒക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഇനി ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളുടെ ഇലക്ട്രിക്കൽ ക്ലാസ്സിൽ പഠിക്കും. പിന്നെ വേരിയബിൾ റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ അൺലൈക്ക് ഫിക്സഡ് റെസിസ്റ്റർ, വേരിയബിൾ റെസിസ്റ്റർ നമുക്ക് വേരി ചെയ്യാൻ പറ്റും. ഈ ആരോ കാണിച്ചേക്കുന്നത് ഇങ്ങനെ ഒരു ആരോ കാണിച്ചിട്ടുണ്ട്. ഇത് വേരിയേഷൻ കാണിക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു ആരോ കാണിച്ചേക്കുന്നത്.
Now passive components and കുറച്ചുകൂടി more descriptions are here. Linear elements which control or modify the output electronic circuit without playing an active role in its performance. So these points are very important. These components cannot increase the power of any signal applied to them and will always cause the power to be lost. Examples are resistors, capacitors and inductors. Then first one is resistors. Passive component with a known value of resistance. Its resistor opposes the flow of current through it. Resistance of any material is given as R is equal to rho L by A, where rho is the specific resistance or resistivity, L is the length, area, A is the area, which means R is, resistance is directly proportional to length of the material and it is inversely proportional to area of the material, and obviously it is directly proportional to this resistivity. Resistivity എന്ന് പറയുന്നത് ഒരു മെറ്റീരിയലിന് ഒരു പെർട്ടിക്കുലർ മെറ്റൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. അയണിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും, കോപ്പറിന് ഒരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും. അത് മെറ്റലിന് ഒരു നമ്മൾ അതൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു മെറ്റലിന്റെ പ്രോപ്പർട്ടിയാണ് ഈ റെസിസ്റ്റിവിറ്റി. ഡയമെൻഷൻ അനുസരിച്ച് റെസിസ്റ്റ് ഇതൊക്കെ നിങ്ങൾ 12th ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ വാട്ട് ഈസ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഈസ് എ പാസീവ് കമ്പോണൻസ്. ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ഓർ ഒപ്പോസ് ദി ഫ്ലോ ഓഫ് കറന്റ് ത്രൂ ഇറ്റ്. പിന്നെ റെസിസ്റ്റൻസ് ഓഫ് എനി മെറ്റീരിയൽ ക്യാൻ ബി expressed in terms of the dimensions of that material. So R is equal to rho L by A. Rho is the resistivity, L is the length of the material, and A is the area of cross section. Now some of the specifications are also there. Specifications എന്താണെന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് വാല്യൂ അത് ഇപ്പോൾ 1 ohm 2 ohm എന്ന റെസിസ്റ്റൻസിൻ്റെ unit is ohm. 1 ohm resistance, 2 ohm resistance, particular value is there. So the resistance value, then tolerance value, percentage deviation from a rated value. അതായത് ഇപ്പോൾ 5% ടോളറൻസ് എന്ന് വെക്കുക. അപ്പോൾ സപ്പോസ് ദ ടോളറൻസ് ഈസ് 5%. റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇപ്പോൾ ഒരു 10 ohm റെസിസ്റ്റൻസ് ആണെന്ന് വെക്കുക. 10 ohm resistance എന്ന് വെക്കുക. സോ ഇതിന്റെ ആക്ച്വലി ഇതിന്റെ വേരിയേഷൻ എങ്ങനെ ആയിരിക്കും? 10 ohm പ്ലസ് ഓർ മൈനസ് 5%, 0.5. അപ്പൊ ഇതിന്റെ വാല്യൂ 10.05 ആകാം, അല്ലെങ്കിൽ 9.5 ആകാം. ഇതാണ് ടോളറൻസിന്റെ ഒരു ഫിസിക്കൽ മീനിങ് എന്ന് പറയുന്നത്. ദെൻ വോൾട്ടേജ് റേറ്റിംഗ് ഓർ then voltage rating or power rating, maximum power that a resistor can dissipate safely. Then physical size of a resistor give an indication of its voltage rating. Maximum power ഒരു resistor tolerate ചെയ്യാൻ പറ്റുന്ന maximum power ആണ് voltage rating. 5 watt, 10 watt, 100 watt എന്നൊക്കെ പറയാറുണ്ട്. ഫിസിക്കൽ സൈസ് എന്ന് പറയുന്നത് ഫിസിക്കൽ മാക്സിമം പവർ ഡിസിപ്പിറ്റേറ്റ് ചെയ്യേണ്ട സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ സൈസ് വളരെ കൂടുതലായിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പവർ ഡിസിപ്പിറ്റേറ്റ് ചെയ്യാനായിട്ട്, ഏരിയ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ഫിസിക്കൽ സൈസ് കൂടുതലായിരിക്കും. വയർ ബൗണ്ട് റെസിസ്റ്റർ അത് വലിയ സൈസിലാണ്, ബിഗർ സൈസിലാണ് ചെയ്യുന്നത്, ബിക്കോസ് അതിന്റെ വോൾട്ടേജ് റേറ്റിംഗ് കൂടുതലാണ്. അത് ഇനി നമ്മൾ അടുത്ത് വരുമ്പോൾ അതിന്റെ ഓരോരോ ക്ലാസിഫിക്കേഷൻസ് പഠിക്കുന്നുണ്ട്, അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. Then again some of the specifications are here. Temperature coefficient of resistance. Temperature coefficient എന്ന് പറയുമ്പോൾ usually there are two types of material. Material which show positive temperature coefficient and material which show negative temperature coefficient. Positive temperature coefficient കാണിക്കുന്നത് general ആയിട്ട് എല്ലാ metals positive temperature coefficient ആണ് കാണിക്കുന്നത്, which means as we increase the temperature the resistance will also increase. There is a specific ഒരു equation അതിന് ഉണ്ട്, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഒരു പെർട്ടിക്കുലർ കോൺസ്റ്റന്റ് വാല്യൂ ആണ് ശരിക്കും ഈ പറയുന്ന ആൽഫ ഓഫ് ടി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇതൊരു മെറ്റീരിയൽ, നേരത്തെ റെസിസ്റ്റിവിറ്റി പറഞ്ഞതുപോലെ ഇതൊരു മെറ്റീരിയലിന് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റുന്നതാണ് ഈ ആൽഫ ഓഫ് ടു. ഡിസ്ക്രൈബ്സ് ചേഞ്ചസ് ഇൻ റെസിസ്റ്റൻസ് വിത്ത് ടെമ്പറേച്ചർ. കോപ്പർ, സിൽവർ, ടങ്സ്റ്റൺ ഇതെല്ലാം മെറ്റൽസ് ആണ്, ഹാവ് പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. കാർബൺ, ജർമേനിയം, സിലിക്കൺ ഹാവ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. ഇത് സെമി കണ്ടക്ടേഴ്സ് ആണ്, സെമി കണ്ടക്ടറിന്റെ ഗ്രൂപ്പിലാണ് വരുന്നത്. So it shows negative temperature coefficient of resistance.
Then ഇത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആണ് ആൽഫ ഓഫ് ടി. അപ്പോൾ ഇതിൽ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓർത്ത് വെക്കേണ്ടത് ദർ ആർ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ ആൻഡ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് മെറ്റീരിയൽ. ഓൾ മെറ്റൽസ് ആർ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് 1 ആൻഡ് ദ സെമി കണ്ടക്ടേഴ്സ് ആർ നെഗറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ്. അപ്പം ഈ കാർബൺ ജെർമേനിയം സിലിക്കൺസിന്റെ എല്ലാം ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ റെസിസ്റ്റൻസ് കുറയാനാണ് ചാൻസ്. യൂഷ്വലി ഉള്ള ഒരു ടെൻഡൻസി അല്ല കാണിക്കുന്നത്. വോൾട്ടേജ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ആൽഫ ഓഫ് വി. അത് വി കാണിച്ചിരിക്കുന്ന സഫിക്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് വോൾട്ടേജ് ആണെന്ന് കാണിക്കാനാണ് ഈ ആൽഫ ഓഫ് വി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ voltage rating, maximum voltage that can be applied across it. Then standard values of resistance. When a resistors are manufactured, certain preferred values are aimed at 20% tolerance series, 10% tolerance series, 5% tolerance series, and the 1% tolerance series. For resistors other than preferred values, the series and parallel combinations are used. അപ്പോൾ ഇത് മാനുഫാക്ചറിൻ്റെ ഒരു മാനുഫാക്ചർ ചെയ്യുന്ന പെർട്ടിക്കുലർ വാല്യൂസ് ആണ് കാണിച്ചിരിക്കുന്നത്. 20% ടോളറൻസിൽ വരുന്ന വാല്യൂസ് ആണ് 1, 1.5, 2.2, 3.3, 4.7 ആൻഡ് 6.8. ഇത് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 20% എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് 20% വേരിയേഷൻ ഇത് ഈ റെസിസ്റ്റൻസിൻ്റെ ഇടയിൽ ഉണ്ടാകാം. 10%ൻ്റെ വാല്യൂസ് ആർ shown here. Likewise, 5% tolerance values are also here. Like 1% tolerance are also shown here. These are the standard values of resistance for plus or minus 5%. So these are the values. These are not so important for your examination point of view. But then color coding of the resistance will learn in the next section. Okay, thank you.